വയനാട് വെള്ളാരംകുന്നിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ചുള്ള അപകടത്തിൽ പരുക്കേറ്റ അമ്പലവയൽ സ്വദേശി ജിൻസന്റെ നില അതീവ ഗുരുതരം. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനാണ് ജൻസൺ. വാഹനാപകടത്തിൽ ശ്രുതി ഉൾപ്പെടെ 9 പേർക്കും പരുക്കേറ്റിരുന്നു. നിലയിലാണ് എന്ന് പറയാം. ഇന്നലെ വൈകുന്നേരം ഏകദേശം 5:30-6 മണിക്കിടയിലാണ് ഇവിടെ എത്തിയത്. ആ അപകടത്തിന്റെ ആഘാതം കാരണം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് ചുമക്കാൻ മാത്രമേ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ തുടിപ്പുകളും അങ്ങേയറ്റം അപകടകരമായ നിലയിലായിരുന്നു. അനിയന്ത്രിതമായ രക്തസ്രാവം മൂക്കിൽ നിന്നുണ്ടാവുകയും കൂടാതെ തലയോട്ടിനകത്ത്, തലച്ചോറിന് വെളിയിലും അകത്തുമായി ഗുരുതരമായ രക്തസ്രാവവും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അത്യാസന്ന നിലയിലാണ്. എന്താകും എന്നുള്ളത് സമയം കൊണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാനുള്ള സാധ്യത അങ്ങേയറ്റം വിരളമാണ് എന്ന് പറയാം. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, കുടുംബാംഗങ്ങളെ മുഴുവൻ നഷ്ടപ്പെട്ട ശ്രുതിയുടെ ഏക പ്രതീക്ഷയാണ് ജൻസൺ. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഡോക്ടേഴ്സിൽ നിന്ന്? അനുജ, അത്യന്തം ഗൗരവകരമായ രീതിയിലാണ് ആരോഗ്യനില എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കണ്ണിൽ പരിക്കുണ്ട്, അതോടൊപ്പം തന്നെ തലയിൽ ആന്തരിക രക്തസ്രാവമുണ്ട്, മൂക്കിന്റെ ഭാഗത്തും രക്തസ്രാവം ഉണ്ട്. ഇതാണ് അവസ്ഥ. ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്താലാണ് എന്നുള്ളത് തന്നെ ആശുപത്രി അധികൃതർ വിശദീകരിക്കുകയാണ്. കൽപ്പറ്റ വെള്ളാരംകുന്നിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ജൻസനും ശ്രുതിയും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന ഒമ്നി വാൻ സ്വകാര്യ ബസ്സിൽ ഇടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പുറകുഭാഗം തുറക്കുന്ന നിലയാണ് ഉണ്ടായത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നതാണ്. വാൻ വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത്. ഈ ജൻസന്റെ പ്രതിശ്രുത വധുവായിട്ടുള്ള ശ്രുതിയുടെ മാതാപിതാക്കളും സഹോദരിയും അടക്കം 9 പേരാണ് ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചത്. മാതാപിതാക്കളെയും സഹോദരനെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ ബന്ധു ലാവണ്യയും ഈ ഒമ്നി വാനിൽ ഉണ്ടായിരുന്നു. ഇവർക്ക് അടക്കം അങ്ങനെ 9 പേർക്കാണ് പരിക്കേറ്റുള്ളത്. ഈ ജൻസൺ ഒഴികെയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അവരെല്ലാം തന്നെ കൽപ്പറ്റ ലിയോ ഹോസ്പിറ്റലിലാണുള്ളത്. ജൻസൺ ഉള്ളത് മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലാണ്. എന്തായാലും ആരോഗ്യനില തീരെ തൃപ്തികരമല്ല എന്നുള്ള തരത്തിലുള്ള വിവരം തന്നെയാണ് ജൻസന്റെ നില അതീവ ഗുരുതരമെന്ന വിശദാംശമാണ് ഈ ഘട്ടത്തിലും നമുക്ക് ലഭിക്കുന്നത്.